ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബസ്മതി റൈസ് കൊണ്ട് ഒരു ചിക്കൻ ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ആദ്യം ചിക്കൻ പൊരിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കാദ്യം കായം പുരട്ടാം. ഇവിടെ ഏകദേശം 2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാതും ഏകദേശം വലിയ വലിയ പീസുകൾ തന്നെയാണ്. അതിനായിട്ട് ആദ്യം മുളകും പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് മസാല നന്നായി പിടിക്കാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണ, എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. മസാല പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. എല്ലാ പീസും ഒന്നിച്ചിടണ്ട, 2 പ്രാവശ്യമായിട്ട് ഇട്ടാൽ മതി. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു ഭാഗം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടിയും വേവിച്ചെടുക്കാം. ഏകദേശം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചിട്ട് എല്ലാം നന്നായിട്ട് മുരിയിപ്പിച്ചെടുക്കുക. ഇപ്പം നമുക്കിത് എന്ത് ചെയ്യാം, കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടി എന്ത് ചെയ്യണം, ഇതുപോലെ മുരിയിപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ബിരിയാണി അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് പെരുംജീരകം, പട്ട, ഏലക്കായ, ഗ്രാമ്പൂ എന്നിവ ഇടുക. ഇനി അതിലേക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. 1 കിലോ ബസ്മതി റൈസാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. അടുത്തത് മസാല ഉണ്ടാക്കണതിന് സവോള, തക്കാളി, അതുപോലെ കറിവേപ്പില എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്.
അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചതും ആവശ്യമാണ്. ഇനി ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വറുത്തെടുക്കാം. ഇത് കോരി വെച്ചതിന് ശേഷം സവോള ഇട്ട് വറുത്തെടുക്കുക. സവോള നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് കോരി വെക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെ സവോള ഇട്ട് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തക്കാളിയാണ് ആഡ് ചെയ്യേണ്ടത്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ആഡ് ചെയ്യുക. തക്കാളി, ഇനി അതിലേക്ക് അല്പം കറിവേപ്പില ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. വറുത്ത് വെച്ച ചിക്കനും ഇട്ട് നന്നായിട്ട് മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക. ഇനി അതിലേക്ക് അല്പം തൈര് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അരി വേവിക്കാൻ വെച്ചത് എന്തായെന്ന് നോക്കാം. ആയിട്ടുണ്ടത്. നമുക്കതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. അത് കോരിയെടുത്തു. ഇനി നമ്മുടെ മസാലയിൽ നിന്ന് കുറച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച അരി ഇടുക. ഇനി അതിൻ്റെ മേലെ അല്പം ഡാൽഡ ഒഴിക്കുക. നേരത്തെ കോരി വെച്ച മസാല അതിൻ്റെ മേലെ ഇടുക. ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി അല്പം നാരങ്ങാ നീരിൽ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യുക. അതും ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഇനി മല്ലിയില, അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.